ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ബീഫ് കീമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലരും ബീഫ് കീമയിൽ ബീഫ് മാത്രമായിട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഞാനിതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നല്ല ഒരു ലോഡഡ് വെജിറ്റബിൾസ് ബീഫ് കീമയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് പോയേക്കാം. അധികം ഞാൻ സംസാരിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് ഒരു മാക്സിമം ഒരു 30 to 35 മിനിറ്റ്സ് അതിനുള്ളിൽ ബീഫ് കീമ റെഡിയാവും കേട്ടോ. സോ ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഒരു 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് മതിയാകും. അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി വരും കേട്ടോ. അതിലേക്കൊരു 2 ഓണിയൻ ചോപ്പ് ചെയ്തത്, ഒരു 3-4 ഒരു സ്പൂണ് ബീൻസ്, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ കേട്ടോ. പിന്നെ 2 ടൊമാറ്റോ, ബീഫ്. ഇനി സ്പൈസസ് 2 പട്ട, 2 ഏലക്ക, അങ്ങനെ ഈ 3 സ്പൈസസ് കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ പൊടികളാട്ടോ, അത് ഞാൻ ഇടാൻ നേരത്ത് കാണിക്കാം. ആദ്യം ഒരു കടായിൽ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം ചോപ്പ് ചെയ്ത ഓണിയൻ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. ചോപ്പ് ചെയ്ത ഓണിയൻ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ, ഒരേ ഒരു സ്പൂൺ എടുത്താൽ മതി. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ടർമറിക് പൗഡർ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 സ്പൂൺ ബീൻസും, ഒരു പൊട്ടറ്റോയും, ഒരു ക്യാരറ്റും, വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വെജിറ്റബിളിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഇരിക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീഫ് ഇടാം. നിങ്ങൾക്ക് കാണാം, ബീഫ് നന്നായിട്ട് ചെറിയ ഇവിടെ നമുക്ക് മിഷനയിൽ ഇങ്ങനെ ഇത് കിട്ടും, അപ്പം അരിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ബീഫിൻ്റെ വെള്ളവും കൂടി ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, നല്ല സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പച്ചക്കറിയുടെയും ബീഫിൻ്റെ ഒക്കെ വെള്ളം ഇനി ഇറങ്ങും. നിങ്ങൾക്ക് ചാറാക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊന്ന് വെളിയിൽ ഒന്ന് വന്നതിന് ശേഷം ഒരു പിടി കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് മതിയാവും, അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയിൽ നമ്മുടെ ബീഫ് കീമ ഉണ്ടാക്കിയല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ നല്ല സൂപ്പറായിട്ടോ. മുട്ട ദോശയും ഈ ബീഫ് കീമയും കൂടെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.